അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ കയറി മിറർ നോക്കണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം, എന്നിട്ട് ന്യൂട്രലാണോ നോക്കിയിട്ട് ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യണം. അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മിറർ നോക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യമേ നമ്മൾ കയറി ഇരുന്ന് ഡോറൊക്കെ പ്രോപ്പറായിട്ട് അടച്ചിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യമേ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മിറർ ചെക്ക് ചെയ്യണം. മിറർ കറക്റ്റ് ചെയ്ത് അത് ബാക്കിലുള്ള ഗ്ലാസ് കണ്ട അതിൻ്റെ ഗ്ലാസ് പൂർണ്ണമായിട്ടും കിട്ടുന്ന രീതി ഇവിടെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്കിലുള്ള ഗ്ലാസ് കാണാവോ? കാണാം. എത്തി നോക്കേണ്ടി വരരുത്, മനസ്സിലായോ? അതെ. ഇനി അതാണെങ്കിലോ ബാക്കിലെ ഡോറിന്റെ സൈഡ് മുതൽ അങ്ങോട്ട് കാണുന്നിരിക്കും അതും വെക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഇതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ ചെക്ക് ചെയ്യണം. മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. ഓക്കെ. സീറ്റ് ബെൽറ്റ് ഇടുന്നതിന്റെ ആവശ്യം എന്താണെന്നറിയാവോ? അപകടം വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് എന്താണ് ഒരു ഇനർഷ്യ അല്ലേ, അതിൽ നമ്മൾ വന്നിട്ട് ഓടിക്കുന്ന ആളുടെ നെഞ്ചും തലയൊന്നും വന്ന് സ്റ്റിയറിംഗിൽ ഇടിക്കാതിരിക്കാനും ഒക്കെയാണ് ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അത് നെഞ്ചും തലയൊക്കെ വന്നിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാരിയലൊക്കെ പൊട്ടിയിട്ട് വില്ല് കണക്കാണ് അതൊക്കെ റിബ് വാരിയല്. അത് തെറിച്ചിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ, അതായത് ഹാർട്ട്, ലിവർ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലങ്സ്, അതെ ലിവർ എല്ലാം ഇതിനെല്ലാം പ്രശ്നം വന്നിട്ട് എന്ത് ചെയ്യും? ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ പുറമെ പരിക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ബ്ലഡ് ലോസ് വന്ന് നമ്മൾ ഇല്ലാതാവാം, മനസ്സിലായോ? പിന്നെ തല വന്നിടിച്ചാൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടാവും. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. വേറൊരു സേഫ്റ്റി ഫീച്ചറാണ് എയർ ബാഗ്. വണ്ടിയുടെ ഈ സിസ്റ്റം അനുസരിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗ് ഫങ്ഷൻ ചെയ്യത്തില്ല. ഓക്കെ. പിന്നെ നമ്മൾ സീറ്റ് എത്രത്തോളമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ബ്രേക്കിലും ആക്സിലേറ്ററിലൊക്കെ കൃത്യമായിട്ട് ചെല്ലുന്ന രീതിക്ക് അതല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കൈ ഒന്ന് നീട്ടി പിടിച്ച് ഈ രണ്ടും കൂടെ അടുപ്പിച്ച് പിടിച്ചങ്ങോട്ട് ഈ റിസ്റ്റ് ഇതിനകത്തൂടി വീഴണം. ഫ്രീ ആയിട്ട് വീഴുന്നുണ്ടോ? അത് എത്തേണ്ടി വരുന്നില്ലേ? അത് പാടില്ല. ഒന്ന് സീറ്റ് അല്പം കൂടി മുന്നോട്ടാക്കി ഒരു കൈ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് പതുക്കെ കുറച്ച് പോയാൽ യെസ്. ഇനി എന്നിട്ട് നോക്കി ഉണ്ടോ ചാരിയിരുന്നു ഉണ്ടോ? ഫ്രീ ആയിട്ട് വീഴുന്നില്ലേ? സിമ്പിളായിട്ട് ഇടും, സ്ട്രെച്ച് ചെയ്തൊന്നും വേണ്ട, സിമ്പിളായിട്ട് വീഴണം. അതാണ് ഡിസ്റ്റൻസ് ഒക്കെ നല്ലത്. അത് അങ്ങനെ ഒരു യൂണിഫോമിറ്റി നമ്മൾ സ്ഥിരം കൊണ്ടുവരണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആവശ്യമാണെന്നറിയാമോ? പിടിച്ചേ, സ്റ്റിയറിംഗ് പിടിച്ചേ, ഇച്ചിരി ലൂസ്, ഷോൾഡറൊക്കെ ഫ്രീ ആയിട്ട് ഇടണം. ഈ ഒരു എയർ ബാഗ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു 24 കിലോമീറ്റർ സ്പീഡ് വരെ ഉള്ള ഏകദേശം പിന്നെ ഒരു സേട്ടൻ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടുണ്ടാവുകയോ ഈ എയർ ബാഗ് റിലീസാവും. ഈ എയർ ബാഗ് റിലീസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതേവരൊക്കെ നെഞ്ചിലും തലയ്ക്കും അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ഡാഷ് ബോർഡിലൊക്കെ വന്ന് ഇടിച്ച് പരിക്കുകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എയർ ബാഗിന് ഈ ഫ്രണ്ടിൽ ഹാർഡായിട്ടുള്ള ഈ ഹോൺ പാഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ അടുത്തിരിക്കണമെങ്കിൽ നമ്മുടെ നേരെ മുഖത്തിനും ഒക്കെ മൂക്കിനും പല്ലിനും ഒക്കെ കേടുവരും. അപ്പോൾ അത് ഒഴിവാകുകയും ചെയ്യും. ഇത് പെട്ടെന്ന് ഒരു സെക്കൻഡിന്റെ 20-1 സമയം കൊണ്ടാണ് കണ്ണ് ചിമ്മുന്നതിനെക്കാട്ടി വേഗത്തിലാണ് എയർ ബാഗ് ഫങ്ഷൻ ചെയ്യുന്നത്. കണ്ണ് ചിമ്മുന്നതിനെക്കാട്ടി വേഗത്തിലാണ്. അപ്പൊ നമ്മൾ മാറാൻ പോകുന്നത് അങ്ങനെ ചിന്താഗതി പറ്റത്തില്ല, സേഫ് ആവുമെന്നും വിചാരിക്കില്ല. അപ്പൊ അത്ര ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ സീറ്റിലിരിക്കാവുള്ളൂ. ഓക്കെ. ഇനി ബ്രേക്ക് കാല് വന്നിട്ട് ക്ലച്ച് ചവിട്ടി വണ്ടി ന്യൂട്രൽ ചെക്ക് ചെയ്യുക. ന്യൂട്രൽ വണ്ടി അങ്ങനെ എടുക്കില്ല, ഓരോ നോഡ് ചെക്ക് ചെയ്യണം. ടക്ക് 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 ഉണ്ടോ? ഫ്രീ ആയിട്ട് ഉണ്ടോ? ഈ ഇടയിലുള്ള ഈ ഭാവം ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പിടിക്കരുത്. കാരണം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൈ ഫ്രീ ആക്കുമ്പം അത് തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. ഫസ്റ്റ് കയറിട്ടെ അത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അത് ഇനി എന്ത് ചെയ്യണം? ബ്രേക്ക് എന്ന കാല് ആക്സിലറേറ്ററിട്ട് മാറുക. ബ്രേക്ക് എന്ന കാല് ആക്സിലറേറ്ററിട്ട് മാറുക. എന്നിട്ട് ഇടത് കാല് മെല്ലെ റിലീസ് ചെയ്ത് വന്ന് ഒരു ഷിവറിങ് വരുന്നില്ലേ, അവിടെ മുതൽ കൂടുതൽ ഹോൾഡ് ചെയ്യണം ക്ലച്ചിന്. ആ ഷിവറിങ് വരുന്ന ഫീൽഡിന് പറയുന്ന പേരാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അത് ക്ലച്ച് എൻഗേജ് ആയി വരുന്ന സമയമാണ് ക്ലച്ചിന്റെ ഫങ്ഷൻ. ക്ലച്ച് അതായത് എഞ്ചിന്റെ കറക്കം ക്ലച്ച് ഷാഫ്റ്റിലൂടെ വീലിലേക്ക് എത്തുന്ന
സമയം. അപ്പോൾ ഈ ക്ലച്ച് ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രയാസമായിരിക്കും. ഇത്രയും ചിന്തിച്ചാൽ മതി. എഞ്ചിന്റെ കറക്കം വീലിലേക്ക് വരുന്ന ആ ഒരു പിടുത്തമാണ് എന്താണ് ഈ ഇപ്പോൾ പറയപ്പെട്ട ആ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ മൂലം സ്പീഡ് ആക്സിലേറ്റർ ഗ്രാജുവലി കൊടുത്തുകൊണ്ട് വേണം ക്ലച്ച് ഒട്ടിക്ക് ആക്സിലേറ്റർ ഉറക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഗിയർ സെലക്ട് ചെയ്യുക. ഈ ഇടത്തോട്ട് ഫോഴ്സ് ചെറുതായിട്ട് ചെയ്തിട്ട് വേണം സെക്കൻഡ് ഇടാൻ കേട്ടോ. ഇനി വീണ്ടും ബൈറ്റിംഗ് പോയിന്റിലേക്ക് കാല് കൊണ്ടുവരിക. അവിടെ മുതൽ സ്പീഡ് ആഡ് ചെയ്ത് എന്താ ബൈറ്റിംഗ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. അപ്പം അവിടെ നോക്കിക്കൊണ്ട് ക്ലച്ച് വിട്ട് കളയരുത്. മനസ്സിലായോ? ഇനി ക്ലച്ച് വിട്ടിക്ക് ആക്സിലേറ്റർ കുറച്ച് അപ്പോൾ അതൊക്കെ ഈ സൈഡ് കൊടുത്ത് തന്നെ ന്യൂട്രലാക്കിയിട്ട് കയ്യിൽ നിന്ന് ഫ്രീ ആക്കിയിട്ട് ടക്ക് എന്താ ക്ലച്ച് റിലീസ് ചെയ്ത് ബൈറ്റിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവന്ന് സ്പീഡ് കൊടുത്ത് പതുക്കെ പതുക്കെ ആഡ് ചെയ്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഗിയർ ഇടണം. ക്ലച്ച് വിട്ടിക്ക് ന്യൂട്രലാക്കി ഫോർത്ത് ഗിയർ ഇടും. ഇനി എന്ത് ചെയ്യണം? ഇടത് കാലം റിലീസ് ചെയ്യുക ബൈറ്റിംഗ് പോയിന്റ്. ഇതിനൊക്കെ ഇടയിൽ സ്റ്റിയറിങ് കറക്റ്റ് ആകണം. അതൊക്കെ നാലാമത്തെ ഗിയറിനുള്ള സ്പീഡ് കൊടുക്കണം. നാലാമത്തെ ഗിയർ മേപ്പോട്ട് വരും തോറും ഫസ്റ്റ് ചെയ്ത് മേപ്പോട്ട് വരും തോറും ടോർക്ക് കുറവായിരിക്കും. ഒരു ഹോൺ കൊടുത്തേ. ഹോൺ എങ്ങനെ അടിക്കേണ്ടത്? ഇൻഫർമേറ്റീവ് ടൂൺ ആയിരിക്കണത്. എന്താ സ്പീഡ് കുറച്ച് പതുക്കെ കുറച്ച്. ഇനി നമുക്കൊരു വണ്ടി ഈ ആളിനും ആ വണ്ടിക്ക് ഇടക്കൂടി എങ്ങനെ പോകും, പോകാനുള്ള സ്ഥലമുണ്ടോ, ഇതാണ് എല്ലാവരും അലട്ടുന്നൊരു വിഷയം. നമുക്ക് അതൊന്നും നോക്കാം. നമുക്ക് വലതുകൈ ഉണ്ടോ? നിങ്ങളുടെ വലതുകൈ നടുക്കത്തെ ആ മീഡിയം ലൈൻ ഉണ്ടല്ലോ, അതിന്റെ പുറത്തുകൂടി ലെവലാക്കി പിടിച്ച് അപ്പോൾ അതൊക്കെ സ്പീഡ് കൊടുത്തേ. നോക്കി സ്പീഡ് പതുക്കെ കൊടുത്തേ. ഉണ്ടാ ഈ ഒരു ലെവലിൽ പോയാൽ ആ വരയപ്പെടാം ടക്ക് ടക്ക് സൗണ്ട് കേട്ടാ, റിഫ്ലക്ടർ കയറുന്ന സൗണ്ട് കേട്ടാ. മനസ്സിലാവുന്നുണ്ടോ? യെസോ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇടത് കൈ നിങ്ങൾ പതുക്കെ സൈക്കിളുകാരന്റെ ലെവലിൽ നിന്ന് ഒരു 1-2 അടി ഗ്യാപ്പിൽ പിടിച്ചു നോക്കിയേ. ആ ലെവലിൽ ഒന്ന് കൊണ്ടുപോക്കിയേ. അയാളെ മുട്ട ഒന്ന് നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി? അപ്പൊ രണ്ട് സൈഡും നമുക്ക് നമ്മുടെ വാഹനം ഓടണ്ട, നമ്മുടെ വാഹനത്തിന്റെ വീല് അല്ല വാഹനത്തിന്റെ വീതി എത്ര ഏരിയയിലൂടെ കടന്നു പോകും എന്നുള്ളത് കാണിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ബ്രേക്കേക്കാല് പതുക്കെ വന്ന് പുറയിലൊക്കെ നോക്കിക്കൊണ്ട് ബ്രേക്ക് മിററിലൊക്കെ നോക്കിക്കൊണ്ട് ബ്രേക്ക് കാല് വരാവുള്ളൂ. ക്ലച്ച് വിട്ടിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യും. കാരണം ഫോർത്ത് ഗിയർ വേഗത പറഞ്ഞാൽ ടോർക്ക് ഉണ്ടെങ്കിൽ വണ്ടി ടോർക്ക് കൊടുക്കുന്ന ഗിയർ ടോർക്ക് ഉള്ള ഗിയർ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പതുക്കെ പതുക്കെ തിരിഞ്ഞു വരിക. വണ്ടി ഫേസ് ചെയ്യും, ചുമ്മാ ആയിട്ട് കറക്കരുത്. ഫേസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ഇനി ക്ലച്ച് ഓപ്പൺ ആക്കിയ പതുക്കെ കറക്കി കൊടുത്ത് കണ്ടാ ഫേസ് ആയില്ലേ? അവിടെ മുതൽ സ്പീഡ് നമുക്ക് പൊസിഷൻ കറക്റ്റ് ആയതിനു ശേഷമേ നിങ്ങൾ സ്പീഡ് ആഡ് ചെയ്യാവുള്ളൂ. കണ്ടാ? മനസ്സിലാവുന്നുണ്ടോ? കൈ രണ്ടും കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓടിച്ചിട്ട് പഠിക്കണം അല്ലേ? നമുക്ക് ഈ ഇവിടെ ചേച്ചി വരുന്നത് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കാതെ സ്പീഡ് കുറച്ച്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ നോക്കി തിരിച്ച് കറക്കി കറക്കി വന്ന് കറക്കി ഒരു അങ്ങനെ കറക്കണം. ഇനി തിരിച്ച് കറക്കിക്ക് കറക്ക്. പോട്ടെ. ക്ലച്ച് ഒട്ടിക്ക്. സ്പീഡ് ആക്കിയിട്ട് വേണം. സ്പീഡ് ആഡ് നോ ക്ലച്ച് റിലീസ് ചെയ്താലേ കറക്കം വീല് വരത്തുള്ളൂ. അതുകൊണ്ട് സ്പീഡ് ഒരു ഫോഴ്സ് കൊടുത്ത് മുമ്പോട്ട് സ്റ്റഡിയാക്കി കൊടുക്കും. സിയർ പൊസിഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ക്ലച്ച് ഒട്ടിക്ക്. ഈ തേർഡ് ഗിയർ ഇടുമ്പോൾ വണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. എന്നാലും തേർഡ് ഗിയറിന് അവിടെ മുതൽ തന്നെ ഫുൾ ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യും. ഇവിടെ നേരെ കൊണ്ടുപോകും. കണ്ടാ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ക്ലച്ച് വിട്ട് അടുത്ത് കയറിയിട്ട് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് പിടിച്ചോളൂ. അതിന്റെ സ്പീഡ് കൊടുത്ത് നമുക്ക് ഇപ്പൊ സ്റ്റിയറിംഗ് കറക്കുന്നതിന് ഒരു ശാസ്ത്രീയ വശമുണ്ട്. അതായത് പറഞ്ഞുതരാം. ബ്രേക്കേക്കാല് പതുക്കെ വന്നേ. ക്ലച്ച് ഫുള്ള് പതുക്കെ ചവിട്ടി വന്നേ. ബ്രേക്ക് പതുക്കെ ചവിട്ടി നിർത്തുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചേർന്ന് നേരെയാക്കി നിർത്തണം. കഴിയുന്നതും കഴിക്കും. അപ്പൊ ഇങ്ങനെ ഈ കാരിയേജ് വേ എന്ന് പറയാം. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ വരയ്ക്കും വലത്തെ സൈഡിലുള്ള വരയ്ക്കും ഇടയ്ക്കുള്ള സൈഡാണ് കാരിയേജ് വേ. അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ് പാർക്കിംഗ് എന്ന് വെച്ചാൽ എന്തുവാ? നിർത്തുന്നില്ല. 3 മിനിറ്റിൽ കൂടുതൽ ഒരു വണ്ടി ഒരിടത്ത് നിർത്തിയിട്ടിരുന്നാൽ അത് പാർക്കിംഗ്. അതിനകത്ത് ഡ്രൈവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. 3 മിനിറ്റിൽ കൂടുതൽ ഒരു വാഹനം ഓടിക്കാതെ ഒരിടത്ത് ഡ്രൈവർ ഉൾപ്പെടെ ഇരുന്നാൽ പോലും അത് പാർക്കിംഗ്. ഇവിടെ നിന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നിർത്തിയത്. നോട്ടിലാക്കി സ്റ്റിയറിംഗ് നമ്മൾ അവിടെ ഒരു ടേണിംഗ് ആണ്. നമ്മൾ ആ ടേണിംഗ് ചെയ്യാൻ പോകും. അപ്പൊ കൈ ഈ സ്റ്റിയറിങ്ങിനെ ക്രോസ് ചെയ്ത് തിരിച്ചാൽ സത്യത്തിൽ ആ സമയത്ത് ഒരു കൊളാഷ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തടസ്സം ഉണ്ടായി ഒരു ആക്സിഡന്റ് വല്ല പോലെ ഉണ്ടായാൽ എയർ ബാഗ് റിലീസാവും. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡിന്റെ 20-1 സമയം മതി അത് ഇതാണ് അടുത്ത് നടക്കുന്ന നൈട്രജന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അത് പെട്ടെന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കൈ ഈ ഹോൺ പാഡ് സ്റ്റിയറിങ്ങിനെ ക്രോസ് ചെയ്ത് എയർ ബാഗിന് ഫ്രണ്ടിൽ വന്നാൽ എയർ ബാഗ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ കൈ ഉൾപ്പെടെ തള്ളി
അതുകൊണ്ട് കൈക്ക് ഫ്രാക്ചർ ഉണ്ടാവും, കൈ വന്ന് മുഖത്തടിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ മൂവ് ചെയ്ത് ഇപ്പം എങ്ങനെ തിരിക്കണമെന്ന് കാണിച്ചു തരാം. മൂവ് ചെയ്ത് ഇടത് തല വെച്ച് അതൊക്കെ അയച്ച് ആ ബൈക്കിംഗ് പോയിന്റ് മൈൻഡ് വരണം, മനസ്സിലായോ? ആ സൈഡിൽ വണ്ടി ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. ഒരു ഹോണൊക്കെ ഇങ്ങനെ അടിക്കുന്നത് നല്ലതാണ്. സ്പീഡ് പതുക്കെ ആഡ് ചെയ്ത് ക്ലച്ച് വിട്ട് സെക്കൻഡ് ഇട്ട് ഒന്നാമത്തെ ഗിയറിന് ഉരുണ്ട് ആക്സിറ്റ് ഉറക്കി ഒന്നാമത്തെ ഗിയറിനെ ഒഴിവാക്കണം. ക്ലച്ച് നീ ഉരുണ്ട് കഴിയുമ്പോൾ ഇടത് തല വെച്ച് സ്റ്റിയറിംഗ് ക്രോസ് ചെയ്യാതെ തിരിച്ചു നോക്കി അങ്ങോട്ട് ഇങ്ങനെ പുള്ളാൻ പുഷ് മെത്തേഡ് തിരിച്ച് കണ്ടോ, ഈ മെത്തേഡിൽ വേണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം സ്റ്റിയറിംഗിന് നടുക്ക് കൈ ക്രോസ് ചെയ്യാതിരിക്കുന്നതാണ്. അത് ഇതേപോലെ ക്രോസ് ചെയ്യരുത്, മനസ്സിലായോ? അതിരിക്കണം ചെയ്യേണ്ടത്.